ഓഗസ്റ്റ് 23-ന് കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ ആകാശത്ത് പ്രതിഫലിക്കും. ഈ ദിവസം രാത്രിയിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാകും. എന്നാൽ ഇത് ചാന്ദ്രഗ്രഹണമല്ല. കറുത്ത ചന്ദ്രൻ എന്നത് ഒരു ആസ്ട്രോണമിക്കൽ സീസണിലെ 4ാമത്തെ അമാവാസിയാണ്. സാധാരണ അമാവാസികളിൽ കാണാനാകാത്ത അപൂർവമായ കറുത്ത ആകാശം ഈ ദിവസം കാണാൻ കഴിയും. ചന്ദ്രന്റെ പ്രകാശമില്ലാതെ വാനനിരീക്ഷണം വളരെ എളുപ്പമാകും. അതുകൊണ്ട് തന്നെ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇതൊരു സവിശേഷ അവസരമാണ്. പെർസിയഡീസ് ഉൽക്കാവർഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ അതിനോടൊപ്പം ദൂരദർശിനി ഉപയോഗിച്ച് ക്ഷീരപഥം, നക്ഷത്ര സമൂഹങ്ങൾ, വിദൂര നെബുലകൾ എന്നിവ വ്യക്തമായി കാണാൻ കഴിയും. ചന്ദ്രപ്രകാശമില്ലാത്തതിനാൽ സാധാരണ കാണാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഈ സമയം ദൃശ്യമായിരിക്കും. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിന് ഏകദേശം 27.3 ദിവസം എടുക്കുന്നു. എന്നാൽ പൗർണമി മുതൽ അടുത്ത പൗർണമി വരെയുള്ള സമയം ഏകദേശം 29.53 ദിവസമായിരിക്കുന്നു. കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്നത് മൂലം ചന്ദ്രൻ വീണ്ടും ഭൂമിയിൽ നിന്ന് അതേ സ്ഥാനത്തേക്ക് എത്താൻ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് ഒരേ മാസത്തിൽ ഇരട്ട അമാവാസി വരികയും അത് ബ്ലാക്ക് മൂൺ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ബ്ലാക്ക് മൂൺ സംഭവിക്കുന്നത് ചാന്ദ്രചക്രവും സൗരചക്രവും തമ്മിലുള്ള പൊരുത്തക്കേടിന്റെ ഫലമാണ്. ഇത് ബ്ലൂ മൂൺ എന്ന ആശയത്തോട് സമാനമാണ്. എന്നാൽ ബ്ലൂ മൂൺ പൗർണമിയുടെ അപൂർവതയെ സൂചിപ്പിക്കുന്നതാകുമ്പോൾ ബ്ലാക്ക് മൂൺ അമാവാസിയുടെ അപൂർവതയാണ് സൂചിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായി കറുത്ത ചന്ദ്രൻ പ്രത്യേക സ്വാധീനം പുലർത്തുന്നില്ല. പക്ഷേ പാരിസ്ഥിതിക ഘടകങ്ങൾ, പ്രത്യേകിച്ച് വേലിയേറ്റം, ചെറിയ മാറ്റങ്ങൾ അനുഭവിക്കാനിടയുണ്ട്. സമുദ്രജീവികൾ, തീരദേശ ജീവികൾ, നദികൾ, ചന്ദ്രപ്രകാശത്തിൽ അനുസരിച്ചിടപെടുന്ന ചില ജീവജാലങ്ങൾ എന്നിവയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാം. സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്കും ചെറിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകാം. ഭൂമിയിൽ നിന്ന് കറുത്ത ചന്ദ്രൻ നേരെ കാണാനാകില്ല. എന്നാൽ തെളിഞ്ഞ ഇരുണ്ട ആകാശത്തിലേക്ക് നോക്കിയാൽ ചന്ദ്രന്റെ മങ്ങിയ രൂപരേഖ ശ്രദ്ധിക്കാൻ കഴിയും. ദൂരദർശിനി അല്ലെങ്കിൽ ബൈനോക്കുലർ ഉപകരണം ഉപയോഗിച്ച് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. കറുത്ത ചന്ദ്രൻ നക്ഷത്രങ്ങളെ കൂടുതൽ തിളക്കമുള്ളതും ദൃശ്യവുമായ രീതിയിൽ കാണാൻ സഹായിക്കും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.